Hi guys, once again welcome back to Verify's Prediction. ഓണം എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മുടെ പുതിയൊരു SLC കാർക്കുള്ള പുതിയൊരു ഫിസിക്സിലെ ചാപ്റ്റർ ഒന്നായിട്ടുള്ള സൗണ്ട് ആൻഡ് വേവ്സ് അഥവാ ശബ്ദ തരംഗങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഒരു മാർക്കിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള 20ഓളം ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുള്ളത്. സോ നിങ്ങൾ എല്ലാവരും മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നമ്മുടെ സ്റ്റഡി പ്ലാനും വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടായിരിക്കാം നിങ്ങൾ എന്ത് ചെയ്തിട്ട് നമ്മുടെ ഇവിടേക്ക് വന്നിട്ടുണ്ടാവുക. സോ അപ്പൊ നിങ്ങൾ നമ്മൾ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾ കാണാൻ ശ്രമിക്കട്ടോ. എന്നാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി അടിപൊളിയായിട്ട് ഈ ഒരു ഓണം എക്സാം SLC 2025 ഓണം എക്സാം നിങ്ങൾക്ക് കുറച്ചുകൂടി അടിപൊളിയായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും, ട്രാക്ക് ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പൊ നമുക്ക് ഓരോന്നും നോക്കിയാലോ. എന്നാൽ ഓരോ ചോദ്യങ്ങൾ നോക്കാം. ടോപ്പ് 21 മാർക്ക് ക്വസ്റ്റ്യൻ സൗണ്ട് ആൻഡ് വേവ്സ് 2025 SLC ഓണം എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഞാൻ ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാം ഓരോ ചോദ്യങ്ങളും. നമ്മൾ നിങ്ങൾക്ക് ഇതിന്റെ നോട്ടും കാര്യങ്ങളൊക്കെ കിട്ടും. ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞതുപോലെ എന്ത് ചെയ്യാം, ക്ലാസ്സിന്റെ നോട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ നമ്മുടെ താഴെ കൊടുത്തിട്ടുള്ള എല്ലാ അക്കൗണ്ടുകളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അതേപോലെ ഇതിന്റെ നോട്ട് വിതിൻ 5 മിനിറ്റിനുള്ളിൽ നമ്മൾ ഈ ഒരു വീഡിയോ ഇറങ്ങി ഇതിന്റെ വിതിൻ 5 മിനിറ്റിനുള്ളിൽ നമ്മുടെ നോട്ട് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ കിട്ടും. അപ്പൊ പെട്ടെന്ന് നിങ്ങൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ കാര്യത്തിലേക്ക് കടക്കാം. സോ ഫിസിക്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സൗണ്ട് ആൻഡ് വേവ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടും ഓണം എക്സാമിൽ വരാൻ സാധ്യതയുള്ള നിങ്ങൾക്ക് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഇല്ല, നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് മൊത്തം നോക്കണം. അതിൽ നിന്നൊക്കെ എല്ലാ കാര്യങ്ങളും എടുത്തിട്ട് AI ബേസ്ഡ് പ്രഡിക്ഷൻ 1 മാർക്ക് ചോദ്യങ്ങളുടെ ഒരു സെറ്റാണ്, 20 സെറ്റാണ് നമ്മൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. സോ ഒന്നാമത്തെ ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് ഫ്രീക്വൻസി? ആവൃത്തിയുടെ SI യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചു. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, പെട്ടെന്ന് പറയും എന്താണ്, ഹെഡ്സ് ആണ് കേട്ടോ. ഹെഡ്സ് അഥവാ HZ എന്ന് പറയും കേട്ടോ. ഹെഡ്സ് അതാണ് ഇതിന്റെ ചോദ്യം. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. അത് പഠിച്ചു വെക്കുക. ഒരു 1 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ ടൈം ടേക്കൺ ഫോർ വൺ ഓസിലേഷൻ കോൾഡ്? ഓസിലേഷൻ കോൾഡ് അതായത് ഒരു ടൈമിൽ, അതായത് വാട്ട് ഈസ് ദ ടൈം ടേക്കൺ ഫോർ വൺ ഓസിലേഷൻ കോൾഡ്? അതായത് ഒരു ഓസിലേഷൻ പൂർത്തിയാക്കുന്നതിന് വേണ്ട സമയത്തെ എങ്ങനെ വിളിക്കും? അതെങ്ങനെ വിളിക്കാം? നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, പീരീഡ് എന്നാണ്. ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആകണമെങ്കിൽ വിളിക്കുന്ന പേര് പീരീഡ് എന്നാണ്. അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ T ആണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് ഓർത്ത് വെക്കേണ്ട കാര്യങ്ങളാണ്. സോ ഇതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ഞാൻ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആൻഡ് എക്സ്പെക്ടഡ് ചോദ്യം മാത്രമേ ഞാൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഞാൻ ചെയ്തുള്ളൂ, പിക്ക് ചെയ്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതും കിട്ടിയെന്ന് കരുതുന്നു. അടുത്ത ചോദ്യം നോക്കാം. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഒരു ദീർഘദൈർഘ്യം അല്ലെങ്കിൽ ഒരു ദീർഘതരംഗത്തിന് ഉദാഹരണം എഴുതാം. ഉദാഹരിക്കുക എന്നാണ് ചോദിച്ചത്. നെയിം ഓഫ് ലോങ്ങിറ്റ്യൂഡൽ വേവ്സ്. ലോങ്ങിറ്റ്യൂഡൽ വേവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു ദീർഘതരംഗം എന്ന് പറയും അല്ലെ. ഓക്കെ, ഒരു ദീർഘതരംഗത്തിന് ഒരു എക്സാമ്പിൾ എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എഴുതാം, നമ്മുടെ ചാപ്റ്ററിന്റെ പേര് എഴുതാം സൗണ്ട് വേവ് അല്ലെങ്കിൽ ശബ്ദ തരംഗം എന്ന് എഴുതട്ടോ. നമുക്ക് ഇത് എഴുതാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ചോദ്യമാണ് ലോങ്ങിറ്റ്യൂഡൽ. ഓക്കെ, അപ്പൊ അത് ഓർത്ത് വെക്കുക. അടുത്തത്, വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ആംപ്ലിറ്റ്യൂഡ്? എന്താണ് ആംപ്ലിറ്റ്യൂഡിന്റെ യൂണിറ്റ് ഏതാണെന്നാ ചോദിച്ചത്. ആംപ്ലിറ്റ്യൂഡിന്റെ യൂണിറ്റ് എന്താ? നിങ്ങൾക്ക് ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും, മീറ്റർ ആണ് കേട്ടോ. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇതിന്റെ നോട്ടൊക്കെ കിട്ടും. ഇതെന്നെ പഠിച്ചു പോയാൽ ചാപ്റ്റർ ഇതൊക്കെ വരാൻ സാധ്യത കിട്ടും 1 മാർക്കിന്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നോക്കാം. വാട്ട് ഈസ് ദ ഫ്രീക്വൻസി? എന്താണ് ഫ്രീക്വൻസി? ഒരു 3 മാർക്കിന്റെ ചോദ്യത്തിൽ ഒന്നാമത്തെ മാർക്കിന് ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. വാട്ട് ഈസ് ദ ഫ്രീക്വൻസി? എന്താണ് ഫ്രീക്വൻസി എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് ഓസിലേഷൻ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ നടക്കുന്ന ഓസിലേഷനുകളുടെ എണ്ണത്തെ വിളിക്കുന്ന പേരാണ് ഫ്രീക്വൻസി. ഒരു സെക്കൻഡിൽ നടക്കുന്ന ഓസിലേഷനുകളുടെ എണ്ണത്തെയാണ് വിളിക്കുന്ന പേര്. ആ ഒരു എണ്ണത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫ്രീക്വൻസി. ഇതും ഒരു ഓണം എക്സാമിന് ഇമ്പോർട്ടന്റ്. ഞാൻ പറഞ്ഞ ചോദ്യം പഠിച്ചോ, AI ബേസ്ഡ് പ്രിഡിക്ഷൻ ആണ്. ചോദ്യം പഠിച്ചോ, ഓണം എക്സാം ചെയ്ത് പഠിച്ചോ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 6ഉം 7ഉം ചോദ്യത്തിന് ഉത്തരവും ഒക്കെ നമ്മുടെ കൊടുത്തിട്ടുണ്ട്. നോക്കാം. വാട്ട് ടൈപ്പ് ഓഫ് വേവ് ഈസ് എ സൗണ്ട് വേവ്? ശബ്ദ തരംഗം ഏത് തരത്തിലുള്ള തരംഗമാണ്? ശബ്ദം തരംഗം, അതായത് ശബ്ദത്തിന് ഞാൻ സംസാരിക്കുന്ന ശബ്ദമില്ലേ, ഇത് എന്റെ ഈ ഒരു മൈക്കിലൂടെ നിങ്ങൾ കേട്ടിട്ട് അല്ലെ, ഞാൻ ഇപ്പൊ സംസാരിക്കുന്ന ഓരോ വാക്കുകളും ഈ ഒരു മൈക്കിലൂടെ നിങ്ങൾ കേൾക്കുക. ഈ ഒരു മൈക്കിലൂടെ നിങ്ങൾ കേട്ടിട്ട് ഈ ഒരു മൈക്കിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് നിങ്ങളുടെ സ്പീക്കറിലേക്ക് എത്തി ഇൻപുട്ടും ഔട്ട്പുട്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ആ ഒരു ശബ്ദം, നിങ്ങൾ കേൾക്കുന്ന ശബ്ദം എന്ത് തരത്തിലുള്ള ഒരു തരംഗമാണ് എന്നാണ് ഫസ്റ്റ് ചോദ്യം ചോദിച്ചത്. അതെന്താണ്? നമുക്ക് ഓൾറെഡി എഴുതാം, ദീർഘതരംഗം അഥവാ ലോങ്ങിറ്റ്യൂഡൽ വേവ്സ് എന്ന് നിങ്ങൾക്ക് എഴുതി വെക്കാം കേട്ടോ. ഓക്കെ, അടുത്തത്, നെയിം ദ ക്വാണ്ടിറ്റി ഡിനോട്ടഡ് ബൈ F. F എന്ന ക്വാണ്ടിറ്റി ഉപയോഗിച്ച് ഡിനോട്ട് ചെയ്യുന്ന ഒരു ആളുടെ പേര്, ഒരു ക്വാണ്ടിറ്റി ഉണ്ട്. ആ ക്വാണ്ടിറ്റിയുടെ പേരെന്താ? ഓൾറെഡി F വെച്ചിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഫ്രീക്വൻസി ആയിരിക്കും. പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 1 മാർക്ക് ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് 8ഉം 9ഉം ചോദ്യം നോക്കാം. ഇതിൽ ഞാൻ ആൻസർ പറയാൻ, ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് SLCക്ക് എന്തായാലും ഉണ്ടാവാൻ സാധ്യത
ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ടാവാൻ സാധ്യത. എട്ടാമത്തെ ചോദ്യം വളരെ കിടുവായിട്ട് നിങ്ങൾക്ക് എന്തുണ്ട് ഓണം എക്സാമിന് ചോദിക്കാൻ സാധ്യത. നോക്കാം. വാട്ട് ഈസ് ദ ഫോർമുല ഓഫ് സ്പീഡ് ഓഫ് വേവ്? ഒരു 1 മാർക്ക് ചോദിക്കാം. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടിയിട്ടുള്ള ഒരു പേപ്പർ ഉദാഹരണത്തിന് ഇതാ ഈ ഒരു ചോദ്യ പേപ്പർ എടുക്കാൻ മതി. ഈ ചോദ്യ പേപ്പർ എന്നല്ല, എന്നാലും നമ്മളൊരു ഓഫ്ലൈൻ ചെറിയൊരു പേപ്പറാണ്. ഈ ഒരു പേപ്പർ എടുക്കാം. നോക്ക്, ഇതൊരു പേപ്പറാണ്, നമ്മുടെ ഒരു അറ്റൻഡൻസ് ടേബിൾ ആണ്. ഇതിൽ ഫസ്റ്റ് നിങ്ങൾ നോക്കണം, ഈ ഒരു പേജിൽ ഇവിടെ അല്ലേ, അവിടെ ആയിട്ട് കാണുന്ന മാർക്ക് അല്ല കേട്ടോ, അവിടെ മാത്രം കാണുന്ന ഒരു മാർക്കിന്റെ ചോദ്യമല്ല, അതിന് തൊട്ടപ്പുറത്തേക്ക് വരുന്ന ഓരോ മാർക്കിന്റെ ചോദ്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, കിടിലനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അടുത്തത് അപ്പൊ ഞാൻ ഓൾറെഡി ആൻസർ എന്താ, വാട്ട് ഈസ് ദ ഫോർമുല ഓഫ് സ്പീഡ് വേവ്? അതായത് തരംഗത്തിന്റെ വേഗത കണ്ടെത്താനുള്ള സൂത്രവാക്യം എന്താണ്, അല്ലെ ഇക്വേഷൻ എന്താണ്? v is equal to f into lambda, അല്ലെ? v is equal to f into lambda. ഈ ഒരു ചിഹ്നം നോക്കണേ, ലാംഡ ഒരു വര ലാംഡ. ഓക്കെ, ലാംഡ. നോക്കാം. അടുത്ത 9ാമത്, വാട്ട് ഈസ് വേവ് ലെങ്ത് ഡിനോട്ടഡ് ബൈ? വേവ് ലെങ്തിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ ഏതാണ്? ഞാനിപ്പോ ലാംഡ, അല്ലെ? ഓർത്ത് വെക്കാട്ടോ, ലാംഡ എന്നാണ് പേര്. ഓക്കെ, അത് ഇമ്പോർട്ടന്റ്. ഞാൻ പറയുന്ന എല്ലാ ചോദ്യം പഠിച്ചോ, ഇമ്പോർട്ടന്റ് ചോദ്യങ്ങളാണ് പറയുന്നത്. നെക്സ്റ്റ് 10ാമത്തെ ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ നാച്ചുറൽ ഫ്രീക്വൻസി? എന്താണ് നാച്ചുറൽ ഫ്രീക്വൻസി? സ്വാഭാവിക ആവൃത്തി എന്നത് എന്താണ് എന്നാണ് ചോദിച്ചത്. ഫ്രീക്വൻസി അറ്റ് വിച്ച് എ ബോഡി വേരിയേറ്റ്സ് ഫ്രീലി, അതായത് ഒരു വസ്തു സ്വതന്ത്രമായി കുലുക്കുന്ന ആവൃത്തിയാണ്. അതായത് ഇവിടെ ചോദിച്ചത് നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ സ്വതന്ത്രമായിട്ട് കുലുക്കുക, അതിനെ പറയുന്ന പേരാണ് എന്ത്, നാച്ചുറൽ ഫ്രീക്വൻസി. ഓർത്ത് വെക്കാം. ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്നതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ ജസ്റ്റ് നോക്കണം കേട്ടോ, ഏത് ഭാഗത്ത് നിന്നാണ് വരുന്നത് നോക്കാം. ആൻഡ് 11ാമത് ചോദ്യം നോക്കാം. വിച്ച് വേവ് റിക്വയർ എ മീഡിയം ടു ട്രാവൽ? പാതയിടാതെ യാത്ര ചെയ്യാൻ മീഡിയം ആവശ്യമുള്ള തരംഗമാണ്. പാതയിടാതെ, അല്ലെ? പാതയിടാതെ യാത്ര ചെയ്യാൻ മീഡിയം ആവശ്യമുള്ള തരംഗം ഏതാണ്? ഓൾറെഡി അറിയാൻ സാധ്യതയുണ്ട്, മെക്കാനിക്കൽ വേവ് ആണ്, യാന്ത്രിക തരംഗം എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, 12ാമത്തെ ചോദ്യം നോക്കാം. ഇതൊക്കെ ഇമ്പോർട്ടന്റ്. ഞാനിവിടെ കൊടുത്തുള്ള എല്ലാ ചോദ്യം പഠിച്ചോ. 1 മാർക്കിന് ഇതിനപ്പുറം വരാൻ സാധ്യത മാക്സിമം കുറവാണ്. 1 മാർക്കിന് അപ്പുറം വരാൻ സാധ്യത കുറവാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വാട്ട് ആർ ദ ഹൈ പ്രഷർ റീജിയൻ ഇൻ സൗണ്ട് വേവ് കോൾഡ്? ഹൈ പ്രഷർ ആയിട്ട് ശബ്ദതരംഗത്തിലെ ഉയർന്ന മർദ്ദ പ്രദേശങ്ങളെ എന്ത് വിളിക്കുന്നു? ശബ്ദതരംഗത്തിലെ ഉയർന്ന മർദ്ദ പ്രദേശത്തിലെ സ്ഥലങ്ങളെ എന്ത് വിളിക്കുന്നു ചോദിക്കാൻ നിങ്ങൾ ചെയ്യണം. അതിനെ സങ്കോചനം അല്ലെങ്കിൽ കമ്പേഴ്ഷൻ എന്ന് നിങ്ങൾക്ക് എഴുതി വെക്കാം. കമ്പേഴ്ഷൻ എന്ന് നിങ്ങൾക്ക് എഴുതി വെക്കാം. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ചോദ്യങ്ങളാണ്. SSLC-ലെ ഫസ്റ്റ് നിങ്ങളെ മാറിയ സിലബസ് ആയിട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നിങ്ങൾക്ക് തരുന്ന വീഡിയോസ് നിങ്ങൾ കാണുക, മാക്സിമം എല്ലാവരുടെ ഷെയർ ചെയ്ത് കൊടുക്കുക ഒക്കെ ചെയ്യാം കേട്ടോ. ഓക്കെ, ഹൂ ഡിസ്കവേർഡ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്? ആരാണ് കണ്ടെത്തിയത് ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങൾ കണ്ടെത്തിയത്? ആരാണ്? ഹെഡ്സ് ഇല്ലേ, HZ നമ്മൾ പഠിച്ചില്ലേ, ഹെഡ്സ് ഫ്രീക്വൻസിന്റെ യൂണിറ്റ്, ഹെഡ്സ് ഫ്രീക്വൻസിന്റെ യൂണിറ്റിനല്ലേ ഹെഡ്സ്? ഒരു ഡൗട്ട്. യെസ്, ആവൃത്തി കറക്റ്റ് ആണ്. ഓക്കെ, ആ കണ്ടുപിടിച്ച ആൾ ആരാന്ന് ചോദിച്ചില്ലേ, ഹെഡ്സ് കണ്ടുപിടിച്ച ആൾ ആരാ? ഹെഡ്സ്. ഓക്കെ, ഹെൻറിച്ച് ഹെഡ്സ് എന്ന് പറയുന്ന ആളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ഫ്രീക്വൻസിയെ കണ്ടുപിടിച്ചിട്ടുള്ളത്, അഥവാ HZ കണ്ടെത്തിയിട്ടുള്ളത്. 14ാമത്തെ ഇമ്പോർട്ടന്റ് ഉള്ള ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് വേരിയേഷൻ പെർ സെക്കൻഡ് കോൾഡ്? അതായത് ഒരു സെക്കൻഡിൽ വരുന്ന ചലനങ്ങളുടെ എണ്ണം എന്താണ് പറയുക? ഒരു സെക്കൻഡിൽ വരുന്ന ചലനങ്ങളുടെ എണ്ണം. ഉദാഹരണം, ഇപ്പൊ ഞാനൊരു സെക്കൻഡിൽ ഇങ്ങോട്ട് മൂവ് ആയി, അപ്പൊ എനിക്കൊരു ചലനം വന്ന്, ഇനി ഞാൻ ഇങ്ങോട്ട് മൂവ് ആയി, ആ ഒരു 10 സെക്കൻഡിൽ ഇങ്ങനെ കളിച്ചു, ഒക്കെ ഞാൻ മൂവ് ആവുകയല്ലേ. ഈ ഒരു മൂവ് ആവുന്നതിനൊക്കെ പറയുന്ന ഒരു പേരുണ്ട്. ഒരു സെക്കൻഡിൽ വരുന്ന ചലനങ്ങളുടെ വാട്ട് ഈസ് ദ നമ്പർ ഓഫ് വേരിയേഷൻ പെർ സെക്കൻഡ് കോൾഡ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി എന്നാണ് അവയെ പറയാട്ടോ. അപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഫിഗർ ഓറിയന്റഡ് ക്വസ്റ്റൻ ഒക്കെ വരും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 15. റൈറ്റ് ആൻ എക്സാമ്പിൾ ഓഫ് ട്രാൻസ്വേഴ്സ് വേവ്. ഒരു അക്രമ തരംഗത്തിന്റെ ഉദാഹരണം എഴുതുക. അക്രമ അതായത് ട്രാൻസ്വേഴ്സ് വേവ്സിന്റെ ഒരു എക്സാമ്പിൾ എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. അതിന്റെ വെളിച്ച തരംഗം, ലൈറ്റ് വേവ് ആണ് അതിന്റെ ആൻസർ കേട്ടോ. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്ക് ഓറിയന്റഡ് ആയിട്ട് ഒരാളും പറഞ്ഞു തരാത്ത രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ആക്കി തന്നിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വാട്ട് ആർ ദ two type of mechanical waves? What are the two type of mechanical waves? നോക്കുകയാണെങ്കിൽ 2 ടൈപ്പ് മെക്കാനിക്കൽ വേവ്സ് ഉണ്ട്. അതിൽ ഒന്നാമത് നമ്മൾ ഓൾറെഡി പഠിച്ചു, എന്താണ്? ലോജിറ്റ്യൂഡൽ ആൻഡ് അതേപോലെ ട്രാൻസ്വേഴ്സ് വേവ്സ് ആണ് കേട്ടോ. ദീർഘതരംഗവും അക്രമ തരംഗവും, ഇതാണ് 2 മെക്കാനിക്കൽ വേവ്സിന് എക്സാമ്പിൾ. ഓർത്ത് വെക്കുക, ഇമ്പോർട്ടന്റ് ആയിട്ട് വരും കേട്ടോ. പിന്നെ നെക്സ്റ്റ് നോക്കാം. 17ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ അപ്രോക്സ്?
അതായത് വായുവിൽ ഉണ്ടാകുന്ന ശബ്ദം. ഞാനിപ്പോ ഒരു എയറിലല്ല ഞാനിപ്പോ വർത്താൻ പറയുന്നത്, നേരെ എന്റെ മൈക്കിൽ നിന്ന് മൈക്കിൽ നിന്ന് നേരെ ലാപ്പിൽ നിന്ന് നേരെ നിങ്ങളുടെ മൊബൈലിലേക്ക് അല്ലെ. അപ്പൊ അതെങ്ങനെയാണ്? എയർ ത്രൂ അല്ലേ. അപ്പോ ഇവിടെ ചോദിച്ചെന്താ, വായുവിൽ ഉണ്ടാവുന്ന ശബ്ദത്തിന്റെ ഏകദേശ വേഗത എത്രയാണ് ചോദിച്ചു. എത്ര വേഗതയായിരിക്കും? ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, 343 മീറ്റർ പെർ സെക്കൻഡ്. 343 മീറ്റർ പെർ സെക്കൻഡ് മറന്നു പോകണ്ട, ഇപ്പൊ തന്നെ നോട്ട് ചെയ്ത് വെച്ചോ. 343 മീറ്റർ പെർ സെക്കൻഡ്. 15ാമത് ചോദ്യം വളരെ ഇമ്പോർട്ടന്റ്. 15ാമത് ചോദ്യം വളരെ ഇമ്പോർട്ടന്റ്. ബാക്കി ഇമ്പോർട്ടന്റ് അല്ല എന്ന് പറഞ്ഞൊന്നും ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ. ശരിക്കും ഈ ഒരു 20 ചോദ്യം പഠിച്ച ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മാർക്ക്. ഇനി നമുക്ക് ഇതിന്റെ പ്രഡിക്ഷൻ ഒക്കെ വരാനുണ്ട്. ഫസ്റ്റ് ചാപ്റ്ററിന് 1 മാർക്കിന് 2 മാർക്കിന് 3 മാർക്കിന് 4 മാർക്കിന് ചോദിക്കുന്ന പ്രഡിക്ഷൻസ് വരാനിരിക്കുന്നേ ഉള്ളൂ. Let's wait and see. Okay, അപ്പൊ നെക്സ്റ്റ് നോക്കാം. 18, 19 ചോദ്യങ്ങൾ നോക്കാം. വാട്ട് ഈസ് ദ റീസൺസ്? അതായത് അനുനാദം എന്നത് എന്താണ്? ശരിക്കും ഈ മീനിങ് കറക്റ്റ് ആണെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്താണ് കേട്ടോ. ഇംഗ്ലീഷ് നേരെ ട്രാൻസ്ലേറ്റ് ചെയ്താണ്. മീനിങ് എന്താണെന്ന് നിങ്ങൾ വിഷയം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ടെക്സ്റ്റ് നോക്കാം കേട്ടോ. ഓക്കെ, നോക്കാം. അതായത് എന്താണ് റീസൺസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, അതായത് വേരിയേഷൻ വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഡ്യൂ ടു മാച്ചിങ് ഫ്രീക്വൻസി. അതായത് ഓരോ ആവൃത്തി ഉണ്ടാകുമ്പോൾ, ഒരേ ആവൃത്തി ഉണ്ടായാൽ ഒരേ ആവൃത്തി ഉണ്ടായതിന്റെ പരമായിട്ട് ആംപ്ലിറ്റ്യൂഡിൽ ഉണ്ടാവുന്ന കുലുക്കം, ഒരേ ആവൃത്തിയിൽ ഉണ്ടാവുക, അതിന്റെ ആംപ്ലിറ്റ്യൂഡിൽ ഉണ്ടാവുന്ന കുലുക്കം, അതിനെയാണ് എന്ത് പറയാം? അനുനാദം എന്ന് പറയാം. അതായത് റേസൺസ്. ഓക്കെ, ഓർത്ത് വെക്കുക. ആൻഡ് 19ാമത് ചോദ്യം, വിച്ച് ടേണിംഗ് ഫ്രോക്ക് പ്രൊഡ്യൂസ് ഹയർ സൗണ്ട്? അതായത് 256 ഹെഡ്സ് ആണോ ഓർ 512 ഹെഡ്സ് ആണോ? എന്താണ് 256 ഹെഡ്സ് 512 ഹെഡ്സ് എന്നതിൽ ഏതാണ് ട്യൂണിംഗ് ഫോർക്ക്? ട്യൂണിംഗ് ഫോർക്കിന്റെ ഉയർന്ന ശബ്ദം ഉൽപ്പാദിപ്പിക്കുക. ആരാണ്? ഉയർന്നത് ആരാണോ ഇല്ലാണോ മൂപ്പരെടുത്തില്ല. ട്യൂണിംഗ് ഫോർക്കിൽ ഉയർന്ന ശബ്ദം ആരാണ്? മൂപ്പരെടുത്തില്ല. ആരാണ് ഇതിൽ? 256 ആണോ 512 ആണോ വലുത്? 512. 512 ആണ് ഇതിന്റെ ട്യൂണിംഗ് ഫോർക്കിൽ ഏറ്റവും വലുത്. അപ്പൊ നിങ്ങൾ ഇത് ഓർത്ത് വെക്കുക. ആൻഡ് നമ്മുടെ ലാസ്റ്റത്തെ ചോദ്യം, 20ാമത്തെ ചോദ്യം നോക്കാം നമുക്ക്. വാട്ട് ഹാപ്പൻസ് ടു ഫ്രീക്വൻസി ഇഫ് ലെങ്ത് ഓഫ് പെൻഡുലം ഇൻക്രീസസ്? അതായത് പെൻഡുലത്തിന്റെ നീളം കൂടുമ്പോൾ ആവൃത്തിയിൽ എങ്ങനെ മാറും? പെൻഡുലത്തിന്റെ ഇതും ഒക്കെ ഒരു ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. 20 ചോദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. പഠിച്ചു വെക്കുക. നിങ്ങൾ പഠിച്ചു വെക്കുക. What happens to frequency if length of pendulum increase? അതായത് പെൻഡുലത്തിന്റെ നീളം കൂടുമ്പോൾ ആവൃത്തിയിൽ എങ്ങനെ മാറും? ആവൃത്തി കുറയും. പെൻഡുലത്തിന്റെ നീളം കൂടിയാൽ ആവൃത്തി കുറയും. ഓർത്ത് വെക്കുക. ഇമ്പോർട്ടന്റ് ചോദ്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ദാറ്റ്സ് ഇറ്റ്. നമ്മുടെ 20 ചോദ്യമായത് പ്രധാനമായിട്ടും നമുക്ക് ഓണം എക്സാമിന് വരാൻ സാധ്യതയുള്ള സൗണ്ട് ആൻഡ് വേവ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഒരു 1 മാർക്കിന്റെ 20 ചോദ്യങ്ങളാണ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഇതേ ചോദ്യം പഠിക്കുക. അതേപോലെ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഇതേപോലെ കൂടുതൽ വീഡിയോകൾക്കായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ ചാനൽ ക്ലിയർ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് കമന്റ് ബോക്സിൽ ചോദിക്കുക, അല്ലെങ്കിൽ വാട്സ്ആപ്പിലൊക്കെ നിങ്ങൾ മെസ്സേജ് ചെയ്യുക. ഒരു ഇഷ്യൂ ഇല്ല, നമ്മളെല്ലാം നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരും. സോ മാക്സിമം എല്ലാവരും വീഡിയോയുടെ ലിങ്ക് നല്ലോണം ഷെയർ ചെയ്തെടുക്കുക. നമ്മൾ ഒരുപാട് SLC-കാരൻ കൊട്ടക്കണക്കിന് വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാട് തരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഒക്കെ ഫ്രീ ആണ്. സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ബൈ. നെക്സ്റ്റ് വീഡിയോ വീണ്ടും കണ്ടുപിടാം. സോ ബൈ.